നിന്നെ എങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ടുവന്നു തോന്നുന്നു. ആര് കാണാം കുമ്പളങ്ങ എറിഞ്ഞു കഴിഞ്ഞാ എന്തിനാണ് ബഹളം? അതാ പാപ്പ വന്നാണ് ആളടിച്ച് കിണ്ടിയാണ്. ഒരു ചെറുതടിക്കണ്ടേ? ആ നീ ഇവിടെ തന്നെ നിക്കട്ടെ, ഞാൻ ഇങ്ങടെ എത്തിക്കാം. ഇവിടെ തന്നെ നീ എപ്പോഴാണ്? എന്താ പാപ്പാ എന്നോടല്ലേ പറഞ്ഞ് ദവാൻ പൊട്ടിക്കടാ. വരണവൻ പാപ്പന്റെ മുത്തടനിയെ പാപ്പന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടടാ. പാപ്പാ കുപ്പി പൊട്ടിച്ചില്ല പാപ്പാ. എന്തോട്ട് കോപ്പാ വിനോ നീ പറഞ്ഞേ? നേരായിട്ടും കുപ്പി പൊടിക്കില്ലെന്നോ? അതിന് സമയം ആവണുള്ളൂ പാപ്പാ. എന്തോട്ട് സമയടാ? പാപ്പ ഒരു 5 മിനിറ്റ്. സുമേഷ് നീ പറമ്പിൽ രണ്ട് ടേബിൾ സെറ്റ് ചെയ്തു. പാപ്പനോട് വിളിച്ചു. അത് മര്യാദ. കോച്ചും കൂച്ചും ഒന്നും വേണ്ടടാ. ദവാല്ലേ കറണ്ട് പോയില്ലോ. പാപ്പന് കറണ്ട് വന്നിട്ട് പോരെ. കറണ്ട് വന്നിട്ട് നിന്റെ അച്ഛന് കൊണ്ടു കൊടുക്ക്. നീ ഇപ്പൊ പോയി ദവാ എടുക്ക്. സാമ്പാറേ വരുന്നു ശുക്രേ. അടിച്ചടിച്ചോ, വലിച്ചടിച്ചോ. എന്താണ് ശുക്രേ ജനറേറ്റർ ഓണാക്ക്. പാപ്പനെങ്ങനെ കെട്ടി വീണോ? എന്തമ്മേ എന്താ കരയണേ? പൂവേ എങ്ങോട്ട് പോണ്? നമ്മളെയൊക്കെ ചതിച്ചോണ്ട് അവൾ ഇറങ്ങി പോയടാ. അയ്യോ സുമിത്ര. ആരോടെ? ആ കൗട്ട സുനിയുടെ കൂടെ. സുമിത്ര രമണി കണ്ട്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കേക്കണില്ലേ? സ്വർണ്ണം വേണ്ടി പോട്ടടി. ചെക്കൻ 24 മണിക്കൂറും കൂടിയാ. അയ്യോ എനിക്ക് അച്ഛനില്ലാതെ പാടുപെട്ട് വളർത്തിയിട്ട് അമ്മ പേരിനോട് തന്നെ ഇത് ചെയ്തല്ലോ. അമ്മൂതേക്ക് ചോദിച്ചല്ലോ. പ്രിയപ്പെട്ട വിനോ, ഞാൻ കത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ. പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണത് മോശല്ലേ? അതാ വോയിസ് മെസ്സേജ് അയച്ചേ. പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജയിച്ച് നീയാട്ടാ. നീ എന്തൊരു തുറപ്പനാടാ. അടാ നീ എവിടെ കൊണ്ട് കുത്തിയടാ കുപ്പിയൊക്കെ? ഞാൻ എത്ര നോക്കിന്നറിയോ? റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ. പക്ഷെ ഞാൻ തോറ്റളിയാ. നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ. എന്നാ ശരിയല്ലയാ, പരിപാടി നടക്കട്ടെ. ടാറ്റ, ബൈ ബൈ. ഉമ്മട്ടാ. ശുക്രേ എന്താ ചെയ്യാ? നോക്കല്ല അതെന്താ ചെയ്യാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത എൻ്റെ റെഡ്മി പോയെങ്കിലും തിരിച്ചു തരാൻ പറ്റൂ? അതെ, അവളെല്ലാം കൊണ്ടുപോയി. വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ? ഒറ്റ പ്രാവശ്യം. ഒരുപാട് ആഗ്രഹിച്ചു പോയി. അളിയാ മോനെ, നീ ഇങ്ങനെ കരയില്ലേ? അച്ഛൻ പുതിയ പ്രോ വാങ്ങിച്ചേട്ടാ. ആർക്ക് കൊടുക്കാം?
പാപ്പാ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക്. പാപ്പനെ സംസാരിക്കാനുള്ളൂ. പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം, പോയതോ പോയി, ഇനി എന്തോട്ട് ആലോചിക്കാനാ? നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുന്ന് പൊട്ടിക്ക്. തന്റെ അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പോളോ. ഒറ്റൊരുത്തരെ ഈ കുടുംബത്താണ്ട് വരുത്. അയാളൊരു കുപ്പി ഇറങ്ങി പോളോ. പാപ്പൻ പോവാ. ഓടാ പറ്റി. ദവാ നിന്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഇല്ലാന്ന് മാത്രം മാറി. ഇതൊട്ട് പരിപാടിയാടാ കൗട്ടസിനെ കാണിച്ചേ. ഇന്നലെങ്കിലും നമ്മുടെ വിനുവിൻ്റെ പെങ്ങളല്ലടാ. അവനൊരു അരമണിക്കൂർ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയപ്പോലെ ബാക്കിയുള്ളവന് ഒരു തുള്ളിയെങ്കിലും കിട്ടിയാന്നേ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നുടാ, ഒരു തുള്ളി പോലും കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, ആ പ്രകാശേട്ടനെ വിളിച്ച് ഒരു 1/2 ലിറ്റർ കൊണ്ടുവരാം. മക്കളെ 100 രൂപ ഞാനോടാടാ, എനിക്കൊരു വര കൊണ്ടടാ. പിന്നെ വരീന്ന് കൊണ്ടടാ. എന്താണ് പെട്ടെന്ന് വാർത്ത ഒന്ന് വെക്കളിയാ. पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है. നാളെ തൊട്ട് എങ്ങനെ നാട്ടുകാരുടെ മുഖത്തും हिंदुस्तान को बचाने के लिए, हिंदुस्तान के हर नागरिक को बचाने के लिए, പരീക്ഷിക്കണേ? आपको बचाने के लिए. അമ്മ ഇനി ആരുടെ മുഖത്തോട്ട് നോക്കണ്ട. നാളെ തൊട്ട് ലോക്ക്ഡൌണാ. ലോക്ക്ഡൌണോ? അതെന്തൂട്ടാ? ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും. കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കും. ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തിറങ്ങി നടക്കാനോ പാടുള്ളതാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭക്ഷ്യസാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും എത്തി. ആലോചിക്കും. സ്വകാര്യ എന്ത് പ്രൈവറ്റ് കാരിയർ വാഹനം കൊറോണ? സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ സാർ? പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ. മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സർ. ഓക്കേ. I am very fast. You may go. Okay.